നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. എന്തു പറയുന്നു പന്തിൻ്റെ LSGയുടെ കുതിപ്പിനെ കുറിച്ച്? ഇപ്പോൾ നാലാമതുണ്ട് LSG. 5 കളികൾ 3 വിജയങ്ങൾ, 6 പോയിൻ്റ് അവർക്കുണ്ട്. പ്ലസ് 0.078 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് വരുന്നത്. അവസാനത്തെ മത്സരങ്ങൾ രണ്ടും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ മികച്ച രൂപത്തിലേക്ക് LSG മാറുന്നൊരു കാഴ്ച. പന്തിൻ്റെ LSGയുടെ കുതിപ്പ്. പന്ത് ബാറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ പന്തിനും ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ഒരു കൈയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ടീമിനെ മികച്ച രൂപത്തിൽ നയിക്കുന്നു. ആ ഒരു ടീം വർക്കിൽ പൂത്ത വിജയങ്ങളാണിത്. നോക്കുക, ഇപ്പോൾ ഈ കളിയിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം ഒരിക്കൽ കൂടി മാർഷ് പുറത്തെടുക്കുന്നു, നിക്കോളാസ് പൂറൻ പുറത്തെടുക്കുന്നു, മർക്രം അടിക്കുന്നു. അതുപോലെ തന്നെ മികച്ച രൂപത്തിൽ പന്തെറിയുന്ന താരങ്ങളെ ഈ ടൂർണമെൻറ്റിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ 200 റൺസിന് മുകളിൽ പോയ കളിയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈവൺ എല്ലാവർക്കും അടി കിട്ടിയപ്പോഴും 4 ഓവറിൽ 31 റൺസേ വരുൺ ചക്രവർത്തി കൊടുത്തുള്ളൂ. അറോറ 4 ഓവറിൽ 35 കൊടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മികച്ച പ്രകടനം അവിടെയും നമ്മൾ കാണുന്നു. ഒരു ടീം എന്ന നിലയിൽ മികവ് കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പന്തിൻ്റെ ടീമിൻ്റെ കുതിപ്പിന് പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പന്ത് കളിക്ക് ശേഷം പറഞ്ഞത് കൂടി നിങ്ങളൊന്ന് കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റിയലൈസ് ചെയ്തിരുന്നില്ല ഈ സ്കോർ മതിയാവില്ല, ഇത് ഒരു ക്ലോസ് കോണ്ടസ്റ്റ് ആവുമെന്നുള്ളത്. പക്ഷേ അവരുടെ ബാറ്റിങ്ങിൻ്റെ പവർ പ്ലേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് റിയലി ക്ലോസ് ആയിരിക്കുമെന്ന്. ആഫ്റ്റർ ദി ഫസ്റ്റ് പവർ പ്ലേ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി, ബൗളേഴ്സുമായിട്ട് സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, നമ്മുടെ പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഒരുപാടൊന്നും ശ്രമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഗെയിം സ്ലോ ഡൗൺ ചെയ്യുക, ഡെഫിനറ്റ്ലി അത് കോൺഷ്യസ് ആയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. കാരണം ഗെയിം ഈ രൂപത്തിലാണ്, ഈ ഒരു വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മളത് സ്ലോ ഡൗൺ ചെയ്യേണ്ടതുണ്ട്. സംടൈംസ് ഇറ്റ്സ് വർക്ക്സ്, സംടൈംസ് ഇറ്റ് ഡസൻറ്റ്. ഞാനേതായാലും ഹാപ്പിയാണ്, അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് സമനില നമ്പർ 4 ഇറക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വാസ് ദി ഐഡിയ ഗിവൺ ദി സ്പിന്നേഴ്സ് ദേ ഹാഡ് എന്നാണ് ഇപ്പോൾ പന്ത് വിശദീകരിച്ചിരിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. കൃത്യമായ കണക്ക് കൂട്ടലുകൾ. കളി അതിവേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് സ്ലോ ഡൗൺ ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പവർ പ്ലേ കഴിഞ്ഞപ്പോൾ സംസാരിച്ചു, തീരുമാനിച്ചു ഒരുപാടൊന്നും ശ്രമിക്കേണ്ടതില്ല, പ്ലാനിൽ സ്റ്റിക്ക് ചെയ്ത് പോവുക. കാരണം ഈ കളി ആ രൂപത്തിലേക്കാണ് പുരോഗമിക്കുന്നത്. അങ്ങനെ ഒരു ടീം വർക്കിൽ പൂത്ത വിജയമാണിത് എന്ന് തന്നെയാണ് പറയേണ്ടത്. പന്തിൻ്റെ ടീമിൻ്റെ കുതിപ്പിന് പുറകിൽ ആ ടീം വർക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.